LDF സ്ഥാനാർത്ഥിയെ ഇതുവരെ നമ്മുടെ സാനിയോ ഓടി പിടിച്ചോ ഇല്ലയോ എന്ന് അറിയണം. പാവം സാനിയോ, എനിക്ക് അവളെ ഓർത്തിട്ടൊരു വിഷമം തോന്നുന്നുണ്ട്. രാവിലെ മുതൽ ഓട്ടത്തിലാണ്. സാനി മനോമി ഓടി ഇപ്പൊ എവിടെ എത്തി? ഓടി സരിൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇത് മാത്തൂർ പഞ്ചായത്താണോ? ഇത് പഞ്ചായത്താണ് കണ്ണാടി പഞ്ചായത്ത്. ഇത് കണ്ണാടി പഞ്ചായത്താണ് സുജയ. അതായത് സ്ഥാനാർത്ഥി ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണത്തിന് ദൃശ്യങ്ങൾ എടുത്തോളൂ. സ്ഥാനാർത്ഥി ഭക്ഷണം കഴിക്കുന്നു. നമ്മളതിന് സമീപത്ത് തന്നെയാണുള്ളത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചു. അതിനിടയിലൊന്ന് പോയി കഴിച്ചു. നമ്മുടെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പോയി ഒന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. ഏതായാലും വിഭവസമൃദ്ധമായ ഊണിന് മുന്നിൽ സ്ഥാനാർത്ഥി ഇരിക്കുന്നു. ഓരോ ചാനലുകാരെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കഴിക്കാനുള്ള സമയം ബാറ്ററി ചാർജ് ചെയ്യാനുള്ളതുകൊണ്ട് ഭക്ഷണം കഴിച്ചു. സാനിയും ചാർജ് ആവണ്ടേ? അല്ല, ഞാൻ എന്തായാലും ചാർജ് ആവണം. പക്ഷേ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട്, നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ ആരും സമ്മതിക്കുന്നില്ല അല്ലേ? അവസാന നിമിഷങ്ങളായി ഓടിയെത്തി എല്ലായിടത്തും. 150 ബൂത്തുകളിലും നമ്മളൊന്ന്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ 2, ചില സ്ഥലങ്ങളിൽ 3 തവണയും എത്തിയ സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളെയും കാണാൻ, വീടുകളിൽ നിന്ന്, അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന്, യാത്രാ ഇടവേളകളിൽ നിന്നൊക്കെ കണ്ടെത്താനും ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞു. ചിലവരെ 2ാമതും 3ാമതും ഒക്കെ കാണുമ്പോൾ അവരുടെ നമ്മളോട് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് തിരിച്ച് പെട്ടെന്ന് ചോദിക്കും. അപ്പം ഞാനത് റീകളക്ട് ചെയ്ത് അവരോട് പറയും. അവർക്ക് വലിയ ആശ്ചര്യമായിരിക്കും. അവർ നമുക്കത് ഓർമ്മയുണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് വലിയ കൗതുകമാണ് അവരിലും ഉണ്ടാക്കുന്നത്. ഭക്ഷണത്തിന് മുൻപിലായതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ബീഫും ചിക്കനും ഫിഷും എന്തായാലും നമുക്ക് പ്രശ്നമില്ല അല്ലേ? ഏത് ഭക്ഷണവും നമുക്ക് വിരുദ്ധമായിട്ട് നമ്മൾ തോന്നിയിട്ടില്ല. രുചികരമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാൻ തോന്നുന്നു അല്ലേ? അതെ, സ്വസ്ഥമായി ഭക്ഷണം കഴിക്കട്ടെ സ്ഥാനാർത്ഥി. കാരണം ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം കഴിക്കുന്നത്. ഇപ്പോൾ DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ നമുക്കൊപ്പം ഉണ്ട്. ജയദേവനാണ് ഇതിന്റെയൊക്കെ ചാർജ്. ജയദേവൻ നിമിഷങ്ങളായി ഓരോ ദിവസത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഭക്ഷണം ചിലപ്പോൾ യഥാസമയത്ത് കിട്ടണമെന്നില്ല. നമ്മൾ ഭക്ഷണത്തിലെ ആ വിശപ്പിനേക്കാൾ ഉപരിയായി നമ്മളെ കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയങ്ങളിൽ ചിലപ്പോൾ കൃത്യസമയത്ത് കിട്ടണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ വലിയ രൂപത്തിൽ നമുക്ക് ജനങ്ങളുടെ അടുക്കിലേക്ക് എല്ലാ സമയത്തും എത്താനും സ്ഥാനാർത്ഥിയെ അവരെ എല്ലാവരെയും കാണിക്കാനും അത് ഏറെ സമയം രാത്രി വൈകിയും രാവിലെ നേരത്തെയാണെങ്കിലും നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു നല്ല ചിട്ടയോടുകൂടി പ്രവർത്തനം ഏകോപിപ്പിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജയിപ്പിച്ചിട്ടേ അടങ്ങുമെന്നാണ് സുജയ ചേച്ചി പറയുന്നത്. തീർച്ചയായും സുജയ ചേച്ചിക്ക് തന്നെ ഇവിടെ വന്ന് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായ ഒരാളാണ്. ഇവിടെ സരിൻ തരംഗം ആഞ്ഞടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിനുള്ളത്. ആ കൊട്ടിക്കലാശം കൂടി കഴിയുന്നതോടുകൂടി പാലക്കാട് ഒരു സരിൻ തരംഗം ആഞ്ഞടിക്കും. സ്ഥാനാർത്ഥിക്കൊപ്പം എപ്പോഴും ഞാൻ അവിടെ വന്നപ്പോൾ മുഴുവൻ ഞാൻ ജയദേവനെയാണ് കൂടെ കണ്ടത്. സ്ഥാനാർത്ഥിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ അവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. എങ്ങനെയാണ് ഈ ആരോഗ്യ പരിരക്ഷണമൊക്കെ ജയദേവൻ ഉറപ്പാക്കുന്നത്? ആരോഗ്യം സംരക്ഷിക്കാൻ സ്ഥാനാർത്ഥിക്ക് മട്ടൻ സൂപ്പൊക്കെ ഉണ്ടോ? എന്താ ജയദേവന്റെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. എന്തൊക്കെ കൊടുക്കും? എല്ലാ ഭക്ഷണങ്ങളും കൊടുക്കും. ഇപ്പൊ സന്ദീപ് വാര്യർ ബീഫ് കഴിക്കുന്നത് പോലെ അതിനോട് ബീഫ് കഴിച്ചു തുടങ്ങിയോ? ബീഫ് കഴിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇപ്പൊ മട്ടൺ ബിരിയാണിയും അതുപോലെ ബീഫ് ബിരിയാണി എല്ലാം കിട്ടുമോ എന്നുള്ളതാണ് അദ്ദേഹം അന്വേഷിക്കുന്നതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. രാഷ്ട്രീയ ട്രോൾ ഇടയ്ക്ക് കൂടി. സരിന്ന് നമ്മളെല്ലാം നോക്കുന്നുണ്ട്, ആരോഗ്യപരമായി എല്ലാം നോക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഭക്ഷണം യഥാസമയത്ത് കിട്ടിയില്ലെങ്കിലും നേന്ത്രപ്പഴം നമ്മൾ കയ്യിലെങ്കിലും വെച്ച് വെള്ളം കൊടുത്ത് കൃത്യമായി കൊടുക്കാറുണ്ട്. സുജയ, നമ്മളൊരു വീട്ടിലാണുള്ളത്. 176-ാം ബൂത്തിലെ വീടാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അയ്യോ, ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ട് എന്താ സംസാരിക്കാത്തത്? എന്താ ചേച്ചിന്റെ പേരെന്താ? ഭാർഗവി. എങ്ങനെയുണ്ട് ഇവിടെ മത്സരമൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരിക്കും. എന്താവും വിജയപ്രതീക്ഷകളൊക്കെ? എങ്ങനെയാ ജയിക്കും? ഇങ്ങോട്ട് വാ. വോട്ടുണ്ടോ? ഇല്ല, വോട്ടുണ്ടോ? വോട്ടില്ലാത്തവരോട് ഞങ്ങളിപ്പോൾ തൽക്കാലം സംസാരിക്കുന്നില്ല കേട്ടോ. ചേച്ചിക്ക് വോട്ടില്ലേ? എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷ? ഇങ്ങോട്ടൊന്നും എല്ലാവർക്കും
നല്ല പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും സ്ഥാനാർത്ഥിയെ അറിയാം. സ്ഥാനാർത്ഥി അറിയാം. നൗഷാദ് ഖാ, എങ്ങനെയുണ്ട് നമ്മളൊരു പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളും മണ്ഡലം മൊത്തം സഞ്ചരിക്കുന്നതല്ലേ അല്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഉറപ്പായിട്ടും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. LDF ക്യാമ്പ് ആവേശത്തിലാണ്. ചേച്ചി പോലെ ഒരു മിനിറ്റ്, പേരെങ്ങനെയാ? പോലെ പോലെ സരിത, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു മത്സരം? സരിന് ഉറപ്പായി ജയിക്കും. നല്ല 176 ബൂത്ത് ഭയങ്കരമായ ഭൂരിപക്ഷം കൊടുക്കും. 177 ബൂത്താണ് എനിക്ക് ചാർജ്. എന്തായാലും ഭൂരിപക്ഷം കൊടുക്കും. വലിയ ഭൂരിപക്ഷം കൊടുക്കും. 176 ഭൂരിപക്ഷം എത്ര കൊടുക്കും? ഭൂരിപക്ഷം UDFന്റെ ഇതായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും. കണ്ണാടി പഞ്ചായത്തിൽ തന്നെ നല്ല മുന്നേറ്റം ഉണ്ടാവും. പിന്നല്ലാതെ ഈ പ്രതീക്ഷയിലും വെച്ചിട്ട് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരിക്കും കണ്ണാടി പഞ്ചായത്തിലെ ഭൂരിപക്ഷം. ഏതായാലും LDF ക്യാമ്പ് ഒരു ഭക്ഷണ ക്യാമ്പിൽ നിന്നാണ് നമ്മൾ എത്തിയത്. അതിന്റെ ഒരു ഞാൻ കഴിച്ചു പോയതുകൊണ്ടില്ല, നമുക്ക് ഇവിടുന്ന് കഴിക്കായിരുന്നു. ചേട്ടൻ കുറെ വിഭവങ്ങളൊക്കെ കണ്ട് സാനിയുടെ മുഖത്ത് ആ ഒരു സന്തോഷമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സാനിയോ, അപ്പോൾ സ്ഥാനാർത്ഥി ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കൂടെ തന്നെ അങ്ങ് കൊട്ടിക്കലാശത്തിലേക്ക് വരണം. അവിടെ നമ്മുടെ റോഷിപാൽ സാനിയോയെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ റോഷിപാലിന്റെ അടുത്തേക്ക്, അതായത് കൊട്ടിക്കലാശ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ സാനിയോ കൂടെ ഉണ്ടാവണം. സാനിയോയിലേക്ക്